എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈവൻ പൈതൽമല ഞാൻ നിയർലി 4 വട്ടം കണ്ട് പൈതൽമല പോയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പിലോട്ടുള്ള ഈ വെള്ളച്ചാട്ടത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പോയ കയത്തിൽ നിന്നാണ് വന്നത്. കൂടെ അമലുവിൻ്റെ അനിയൻ, അമലുവിനെയും ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അവരുടെ അനിയനുണ്ട്, അവരെ കാത്തു നിൽക്കുകയാണ്. അവർ രണ്ടുപേരും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനും അമലുവിൻ്റെ അനിയനും കുര്യാക്കോസ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് താവോട്ട് ഇറങ്ങിയത്. ഇനി ഈ ഒരു വഴിക്കാണ് താവോട്ട് ഇറങ്ങേണ്ടത്. മെയിൻ റോഡല്ല, പക്ഷേ നിങ്ങൾക്ക് അവിടെ വെള്ളച്ചാട്ടം കാണാം, അവിടെയാണ്. അപ്പോൾ ഇതിലെ ഇറങ്ങിയാണ് സൈഡിൽ കൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത്. നോക്കണം ഇനി. അപ്പം ഇവൻ്റെ ഒരു സുഹൃത്തും വരുന്നുണ്ട്, അമല്. അപ്പോൾ അവനെയും കാത്തു നിൽക്കുകയാണ് നമ്മളിവിടെ. അതിന് പുറമെയാണ് അമലുവിനെയും അനുഷനെയും കാത്തു നിൽക്കുന്നത്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് നമ്മൾ താവോട്ട് ഇറങ്ങാനാണ് നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്ക് പോരും. വെള്ളച്ചാട്ടം അവിടെ കാണാം, ആ കാണുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴി അത് പറമ്പിൽ കൂടിയാണ്. ഈ വഴി എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പുറത്താണ്. കുടിയാമലയിൽ നിന്ന് പൊട്ടംപ്ലാവിലേക്ക് വരുമ്പോൾ തന്നെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം വലത് സൈഡിൽ നിങ്ങൾക്ക് ബോർഡും വെച്ചിട്ടുണ്ടാവും. അങ്ങോട്ട് പോകാം. അതിലേ പോയാൽ നിങ്ങൾക്ക് അവിടുത്തെ മെയിൻ എൻട്രൻസിലോട്ട് എത്തും. നമ്മൾ പിന്നെ ഇവിടുന്ന് പൊട്ടംപ്ലാവിൽ താവോട്ട് ഇറങ്ങിയ ഒരു വഴിയാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. അതെനിക്കൊന്നും താഴെയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. അവിടുന്ന് ആ കാണുന്ന ബാക്കി ഇതുണ്ടോ സൈഡിൽ കൂടെയുള്ള വഴി, അതിലെയാണ് വരേണ്ടത്. ഇതിൻ്റെ മുകളിലാണ് 7 കുണ്ടാണ് ശരിക്കും. അങ്ങനെയാണ് ഏഴരക്കുണ്ട് എന്ന രീതിയിൽ ഒരു പേര് വരാൻ കാരണം. അങ്ങനെ ഇതാണ് ഏഴരക്കുണ്ട്. അവിടെ മുകളിലൊരു കുണ്ട്, ഇത് പിന്നെ താഴെ ഉണ്ടെന്ന് തോന്നുന്നു 2 കുണ്ട്. ഇത് നമ്മൾ നേരത്തെ മുകളിൽ കണ്ട അതേ വെള്ളച്ചാട്ടം. അതല്ലേ ആ വെള്ളം തന്നെയല്ലേ നേരത്തെ കണ്ട ആ കയത്തിൽ നിന്ന് വരുന്നത് തന്നെയല്ലേ? അങ്ങനെ ഇതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. ഇതാണ് മെയിൻ അതല്ലേ മെയിൻ എൻട്രൻസ്. അതിലെ കൂടെ കയറി പോകണ്ടേ? കയറി പോയി മുകളിൽ പോയി അടയ്ക്കുന്നു. നമ്മളിപ്പോൾ അടയ്ക്കുന്നു കയറി. ഓക്കെ നമ്മൾ അവർ കേൾക്കണ്ട കേട്ടോ. ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് ഈ സൈഡ് ഈ പറമ്പിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതിനപ്പുറത്ത് എവിടെയാണ് താഴെ എൻട്രൻസ്. അപ്പോൾ അവന്മാർ അതിലേ പോയിട്ടുണ്ട്. ഇതിലേ ഇറങ്ങി മുകളിൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കുളിക്കുന്നത്. അങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഇങ്ങോട്ടൊക്കെ പോകാം നമുക്ക്. നടക്കെന്തായാലും നോക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത്. സംഭവം ഉഷാറാണ്. ഇതേതാ എൻട്രൻസ്? ഓക്കെ അങ്ങനെ. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ എൻട്രൻസ്. ഓക്കെ, ഇത് മെയിൻ എൻട്രൻസാ. അപ്പോൾ ഈ വഴി താഴോട്ടുള്ള കയത്തിലേക്ക് ബോർഡ് വെച്ചേ. അതാണിത്. അപ്പോൾ ഈ താവോട്ടുള്ള വഴി ഏതാ? നമ്മൾ കയറുന്ന നേരെ താവോട്ട് കയത്തിലോട്ടുള്ള വഴിയാ. അത്രേ ഉള്ളൂ. മുകളിലോട്ടും താവോട്ടും ഉണ്ട്. അങ്ങനെ പൊളി. ഈ കയത്തിന് നല്ല ആഴ്ച ഉണ്ടാവുമല്ലോ. ഏഴരക്കുണ്ട് 7 കുണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു ആനകളുടെ ഹൈറ്റാണ് ആ കുഴി. എങ്ങനെ 7.5 ആനകളുടെ ഹൈറ്റാണ് ആ കുഴി. 7 ആനകളുടെ താഴ്ച ഉണ്ടോ? ആഴത്തിന് 7 ആനയുടെ താഴ്ചയോ? 7 ആനക്ക് അത്ര ഉള്ളോ? ഇവിടെ ഭയങ്കര തർക്കമാണ്. നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നോക്കാം. എങ്ങനെയാ അത് 7? അല്ല, ഞാൻ അറിഞ്ഞത് 7 കുണ്ടാണ്. ഇവിടെ 7 കുണ്ടുണ്ട്, അതെനിക്കറിയാം. 7 കുണ്ടുണ്ട്. ഈവൻ അത് മുകളിൽ 2 ഉണ്ട്, മുകളിൽ 3 ഉണ്ടല്ലോ. 4, 5, 6, താഴെ പറഞ്ഞ 7. ആയിരിക്കാം. അതല്ലാണ്ട് 7 ആനകളുടെ ഇത് എനിക്കറിയത്തില്ല. ഇത് പറയുന്ന അതാണ്. അതിൻ്റെ ആ വെള്ളം ഇതിന് വീഴുന്നതിൻ്റെ ആ ഒരു കുണ്ടിൻ്റെ താഴ്ച 7 ആനകളുടെ താഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇവര് ഏഴരക്കുണ്ടെന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞത്. പക്ഷേ എനിക്കറിയാവുന്ന അതിൻ്റെ മുകളിൽ 3 കുണ്ടുണ്ട്, 4, 5, ഇതൊന്ന് 6, അതിൻ്റെ താഴെ ഒരു കുണ്ടും കൂടി 7 കുണ്ട്. അങ്ങനെയാണ് 7 ഒരു അരക്കുണ്ടും ഉണ്ട്. അങ്ങനെ 7.5 കുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്.
അപ്പോൾ ഇവിടെ 3 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ മരിച്ച പിന്നെയാണ് ഫസ്റ്റ് ഗാർഡ് വന്നു. ഗാർഡ് നോക്കാനൊക്കെ ആയിട്ട് ഗാർഡ് വന്നു. ഗാർഡിന് ശേഷം പിന്നെ കയറ് കെട്ടി പിന്നെയാണ് ഈ ഇതേപോലെ വേലിയെല്ലാം കെട്ടുന്നതാണ് പിന്നെ അറിയാൻ സാധിച്ചത്. 3 പേര് മരിക്കുന്നു. എന്നാലും ആ കുഴിക്ക് അത്ര 7 ആളുടെ താഴ്ച ഉണ്ടെന്നാണ് അറിഞ്ഞത്. ആ ഫസ്റ്റ് കാണുന്നത് മുകളിൽ പോയി. ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ ബാഗിലിട്ട് ഇറങ്ങണം അല്ലേ. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി അവിടെ പോയി ഇന്ന് കാണാം. നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങുന്നില്ല. ഇതിൻ്റെ താഴെയുള്ളത് ഇച്ചിരി ആഴം കുറവുണ്ട്, അവിടെയാണ് ഇറങ്ങുന്നത്. എന്തായാലും നമ്മൾ കാണാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ഇതൊക്കെ നല്ല താഴ്ചയുണ്ട്. ഇവിടെ 2 കല്ലേ കാണത്തുള്ളൂ. ആ താഴ്ചയുണ്ട്, അവിടെ നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ ഇതെങ്ങനെ, ഇതിൻ്റെ താഴ്ച എങ്ങനെയാ? എത്ര? 15 അടി. 15 അടി ആകുമ്പോൾ 7 ആളൊന്നും വരുന്നില്ലല്ലോ. 2.5 ആൾ വെള്ളമുള്ളൂ. ഫുള്ള് തള്ളായിരുന്നല്ലോ നീ. ഇത് 10 അടി, ഇത് 16, 15 അടി. ഓക്കെ. ഇതിൻ്റെ മുകളിൽ എത്ര കുണ്ടുണ്ട്? 3 കുണ്ടാ അല്ലേ? മുകളിൽ 3 കുണ്ടും 3.5 കുണ്ട് മുകളിലുണ്ട്. ഓക്കെ. ഇത് 4, 5, താഴെ 6, അതിൻ്റെ താഴെ 7. അങ്ങനെ മഴക്കാലത്ത് ഇവിടെ ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ വരെ വെള്ളമുണ്ട്. ഓക്കെ. അപ്പം ശരിക്കും ക്ലോസ് ആക്കുമോ? ഇല്ല, കണ്ടുപോവാം. ഓക്കെ. ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്. ഇപ്പോൾ ആള് ഇവിടെ 3 പേര് മരിച്ചിട്ടുണ്ട് എന്നാണ് ഇവൻ പറഞ്ഞത്. അതും ചോദിച്ചു നോക്കണം. അങ്ങനെ മരിച്ച പിന്നെയാണ് ഇവിടെ ഗാർഡ് വന്നു. ഗാർഡിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇവിടെ കയറ് കെട്ടി, ഈ കാണുന്ന കയറൊക്കെ ഇവിടെ കെട്ടി. കയറ് കെട്ടിയതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ വേലിയൊക്കെ വന്ന് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയത്. അത്രയും ഒരു ഇതാണ് ഇങ്ങനെ ഒരു ടൂറിസം എന്ന മേഖലയിലോട്ടും ആയത് ഇതിന് ശേഷമാണ്. കയറ് കെട്ടി ഗാർഡനാക്കി 2-3 ഗാർഡൻ തോന്നുന്നു. ഇവിടെ 2 ഇതും താഴെ എൻട്രൻസിന് അവിടെ ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. സംഭവം എന്തായാലും ഉഷാറ് സ്ഥലമാണ്. അങ്ങനെ നാട്ടുകാർ തമ്മിൽ സംസാരിക്കുകയാണ്. അവർ സംസാരിക്കട്ടെ. അതിൻ്റെ വിഷ്വൽസ് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. നീ ചാടിക്കോ, ചാടുവാ. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് താഴെ പോകാം കേട്ടോ. അവിടെ വന്ന് ഇറങ്ങിയ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. താഴത്തെ കയത്തിൽ അപ്പോൾ നമുക്ക് ഇറങ്ങാം. കയറല്ല, അവിടെ ശരിക്കും കാണാൻ പറ്റും, നിലം കാണാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, സേഫ്റ്റി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് മാത്രമേ ഇറങ്ങില്ല. ഇവിടെ പിന്നെ ഇറങ്ങാം, പിന്നെ അത്രയും റിസ്ക് എടുത്തൊന്നുമില്ല. ജാക്കറ്റൊന്നും എടുത്ത് താഴെ ഇറങ്ങാമെന്നൊരു പ്ലാനുണ്ട്. മിക്കവാറും താഴത്തെ പോകുമ്പോൾ ആ ഒരു മൂടും കൂടെ പോയാൽ അവിടെ ഇറങ്ങുമില്ല അല്ലേ. എന്നാ തൊപ്പി എടുത്തോണ്ട്, എൻ്റെ തൊപ്പി എടുത്തുകൊണ്ട് പോയേക്കുക. എന്നാൽ പിന്നെ എനിക്കൊരെണ്ണം വാങ്ങിക്കൂടെ? ആ നീ അന്നേരം എൻ്റെ അക്കൗണ്ടിലേക്ക് നീ 2500 ഇട്ടാൽ മതി. അപ്പം അവിടെ എൻട്രൻസ്, ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ നിന്ന് താഴോട്ട് വന്ന് നമ്മൾ താഴോട്ട് പോയി അവിടുത്തെ കയറ്റിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ പറമ്പിലോട്ട് കയറുന്നു. വന്ന വഴിക്ക് നമ്മൾ വിടുകയാണ്. ഉഷാറ് വ്യൂ. യെസ്. ആഹാ, എന്താ പച്ച കളർ വെയിലടിക്കുന്ന. അങ്ങനെ ഇതാണ് 7ാമത്തെ കുണ്ട്. ഇവിടെ വെള്ളം നമുക്ക് കാണാൻ പറ്റും. ഈ താഴ്ചയെല്ലാം കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ താഴ്ചയില്ല, സേഫാണ് മറ്റേതിനെ അപേക്ഷിച്ച്. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയത് അതിലെയാണ്. ശരിക്കും പറഞ്ഞാൽ നേരെ താഴോട്ട് പോയാൽ വ്യൂ കാണാം. എൻട്രൻസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. ഉഷാറുണ്ട് എന്തായാലും സ്ഥലം. മോളിൽ ചാടാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ആടും ജാക്കറ്റ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഫ്ലോ പോകും. ഫ്രീ ആയിട്ട് ചാടണം. ജാക്കറ്റ് ടീക്കേണ്ട, അവിടെ ഇറക്കത്തില്ല. അത്ര താഴ്ച കൊടുക്കും. ഇവിടെ ഇപ്പം കുഴപ്പമില്ല, ജാക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇറങ്ങാം. കാല് നിലത്ത് മുട്ടുന്ന ഒരു ആഴത്ത് പോകും. അപ്പം നമ്മളിവിടുന്ന് വിടുവാണ്. ഇപ്പം നമ്മൾ പൊട്ടംപ്ലാവരമുള്ള ഏടക്കുണ്ടിൽ നിന്ന് കയറി വന്നു. അങ്ങനെ എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ട് നമ്മൾ നമ്മുടെ നാട് പിടിക്കുകയാണ്. സമയം 1 മണി 1:30 ആയി. ഇനി നേരെ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കലാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത് തന്നെ പരിപാടി. അപ്പോൾ ഇനി
അടുത്തൊരു സ്ഥലമായി അടുത്ത വീഡിയോ. അതുവരെ ബൈ.